നമസ്കാരം. ഇന്ന് ഇതുവരെയുള്ള വാർത്തകൾ അറിയാം. ഇന്ന് ഇപ്പോൾ ആരംഭിക്കുന്നു. സർക്കാരിന്റെ വാർഷികാഘോഷവേദിയിലൂടെ വേടന്റെ മടങ്ങിവരവ്. അറസ്റ്റിനെ തുടർന്ന് മാറ്റിവെച്ച ഇടുക്കിയിലെ പരിപാടി നാളെ. വേടനെ പിന്തുണച്ച് സിപിഎമ്മും സിപിഐയും. വേടനെ വേട്ടയാടാൻ അനുവദിക്കില്ലെന്ന് എം.വി. ഗോവിന്ദൻ. കെപിസിസി അധ്യക്ഷ സ്ഥാനത്ത് താൻ തുടരുമെന്ന് പ്രഖ്യാപിച്ച് കെ സുധാകരൻ. ദേശീയ നേതൃത്വം അങ്ങനെ എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടില്ല. അധ്യക്ഷനെ മാറ്റണമെന്ന് ദീപാദാസ് മുൻഷി റിപ്പോർട്ട് നൽകിയതിന് സ്ഥിരീകരണം. പാർട്ടിയിൽ തനിക്കെതിരെ ഗൂഢാലോചനയെന്നും സുധാകരൻ. സുധാകരന് പിന്തുണയുമായി കെ മുരളീധരൻ. പാകിസ്ഥാനിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് കുറച്ച് ഇന്ത്യ. ചെനാബ് നദിക്ക് കുറുകെയുള്ള ഡാമിന്റെ സ്പിൽവേ താഴ്ത്തി. പ്രധാനമന്ത്രിയെ കണ്ട് വ്യോമസേനാ മേധാവി. ബൈസറൺ വലിയിലെ കടക്കാരനെ ചോദ്യം ചെയ്ത് NIA. ബിലാവൽ ഭൂട്ടോ ഉൾപ്പെടെ പാക് നേതാക്കളുടെ സമൂഹ മാധ്യമ അക്കൌണ്ടുകൾക്ക് ഇന്ത്യയിൽ വിലക്ക്. വാക്സിൻ എടുത്തിട്ടും പേവിഷബാധയേൽക്കുന്നവരുടെ എണ്ണം കൂടുന്നു. 4 വർഷത്തിനിടെ വാക്സിൻ എടുത്തിട്ടും മരിച്ചത് 22 പേർ. കൊല്ലത്ത് പേവിഷബാധയേറ്റ 7 വയസ്സുകാരിയുടെ നില അതീവ ഗുരുതരം. മെഡിക്കൽ കോളേജിൽ അനാസ്ഥയാണ് കുഞ്ഞു മരിക്കാൻ കാരണമെന്ന് മലപ്പുറത്തെ സിഐയുടെ കുടുംബം. പത്തനംതിട്ടയിൽ മരിച്ച കുട്ടിയുടെ മാതാപിതാക്കൾ സർക്കാരിന് പരാതി നൽകും. പൂരം കലക്കലിൽ ADGP MR അജിത് കുമാറിനെ വെട്ടിലാക്കി കെ രാജന്റെ മൊഴി. പ്രശ്നസാധ്യതാ മുന്നറിയിപ്പ് നൽകിയിട്ടും നടപടിയെടുത്തില്ല. ഫോൺ വിളിച്ചപ്പോൾ കിട്ടിയില്ലെന്നും കെ രാജൻ. രാജന്റെ മൊഴി പ്രധാനമെന്ന് ബിനോയ് വിശ്വം. തൃശൂരിൽ ഇന്ന് സാമ്പിൾ വെടിക്കെട്ട്. തമിഴ്നാട്ടിലെ തിരുവാവൂരിൽ വാഹനാപകടത്തിൽ 4 മലയാളികൾ മരിച്ചു. 3 പേർക്ക് ഗുരുതര പരിക്ക്. മരിച്ചത് തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശികൾ. അപകടം വേളാങ്കണ്ണി തീർത്ഥാടന യാത്രയ്ക്കിടെ. IPL-ൽ രാജസ്ഥാനെതിരെ കൊൽക്കത്ത മികച്ച സ്കോറിലേക്ക്. 4 വിക്കറ്റ് നഷ്ടത്തിൽ 170 റൺസ് പിന്നിട്ടു. പഞ്ചാബ് ലക്നൌ മത്സരം രാത്രി 7:30. വിശദമായി നോക്കാം. റാപ്പർ വേടൻ എന്നറിയപ്പെടുന്ന ഹിരൺദാസ് മുരളിക്ക് വീണ്ടും സർക്കാർ പരിപാടിയിൽ വേദി. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് ഇടുക്കിയിൽ നടക്കുന്ന എന്റെ കേരളം പരിപാടിയിലാണ് വേടന് വീണ്ടും വേദിയൊരുങ്ങുന്നത്. ഇടുക്കി വാഴത്തോപ്പ് സ്കൂൾ ഗ്രൌണ്ടിൽ എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഉദ്ഘാടന ദിവസമായ ഏപ്രിൽ 29-നായിരുന്നു വേടന്റെ പരിപാടി തീരുമാനിച്ചിരുന്നത്. 28-ന് വേടൻ അറസ്റ്റിലായതോടെ വിവാദങ്ങൾക്ക് പിന്നാലെ പരിപാടി റദ്ദാക്കി. നാളെ വൈകുന്നേരം വാഴത്തോപ്പ് സ്കൂൾ ഗ്രൌണ്ടിലാണ് വേടന്റെ റാപ്പ് ഷോ. സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ചാണ് പരിപാടി. പുലിപ്പല്ല് കേസിൽ വനം വകുപ്പ് അറസ്റ്റ് ചെയ്തതോടെ പൊതുജനാഭിപ്രായം വേടന് അനുകൂലമായി തിരിഞ്ഞിരുന്നു. ഇതിന് പിന്നാലെ വനം മന്ത്രിയും ഉദ്യോഗസ്ഥരെ പഴിചാരി രംഗത്തുവന്നു. ജാമ്യം ലഭിച്ച് ദിവസങ്ങൾ പിന്നിടുമ്പോൾ വേടന് വേദി നൽകിയിരിക്കുകയാണ് സർക്കാർ. പരിപാടിയുടെ കൂടുതൽ ഒരുക്കങ്ങൾക്കായി ഇന്ന് അധികൃതരുടെ യോഗവും ചേർന്നു. ന്യൂസ് 18 ഇടുക്കി. വേടനെ പിന്തുണച്ച് CPM. വേടൻ ഇടതുപക്ഷാഭിമുഖ്യമുള്ള കലാകാരൻ. ഒരു തരത്തിലുള്ള വേട്ടയാടലും കേരളീയർ അംഗീകരിക്കില്ല. വേടനെ സംരക്ഷിക്കുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ. അല്ല, വേടന്റെ കാര്യത്തെ സംബന്ധിച്ച് ഞാൻ കൃത്യമായിട്ട് ഇതിനു മുമ്പ് തന്നെ പറഞ്ഞതാണ്. വേടൻ ഈ കേരളത്തിൽ ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലാകാരനാണ്. സ്വന്തമായിട്ട് എഴുതുക, സ്വന്തമായിട്ട് പാടുക, സ്വന്തമായിട്ട് കമ്പോസ് ചെയ്യുക, അങ്ങനെയുള്ള ഒരു വളരെ പ്രശസ്തനായിട്ടുള്ള ജനങ്ങളുടെ അംഗീകാരം നേടിയിട്ടുള്ള, പ്രത്യേകിച്ച് യുവാക്കളുടെ ഇടയിൽ ഒരു ഇടതുപക്ഷ ആഭിമുഖ്യത്തോടുകൂടി തന്നെയാണ് ദളിത് ജനവിഭാഗത്തിൻ്റെയും അതുപോലെ തന്നെ അരികുവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെയും താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ചെറുപ്പക്കാരനെന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. അത് ആ വേടൻ്റെ ആ പ്രത്യേകതയെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്നാൽ വേടൻ തെറ്റായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് വേടൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അത് ഞാൻ തിരുത്തുകയാണ്. അപ്പോൾ തിരുത്താനുള്ള ഒരു ഇടപെടൽ എന്ന രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ ഈ ഇടപെടൽ കണ്ടാൽ മതി. വേടന് പിന്തുണയുമായി CPIയും. വനംവകുപ്പ് ഇരട്ടത്താപ്പുകളുടെ വകുപ്പാകാൻ പാടില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു.
വേടനെ പറ്റി ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത കാലത്ത് ഞാൻ മലയാളത്തിൽ വായിച്ച ഏറ്റവും ശക്തമായിട്ടുള്ള പ്രസ്താവന, ധീരമായത്, ആത്മാർത്ഥമായത്, അതായിരുന്നു വേടൻ്റെ പ്രസ്താവന. ആ പ്രസ്താവനയ്ക്കകത്ത് കാണാം ആരാണ് വേടനെന്ന്. വനം വകുപ്പിൻ്റെ മേധാവികളുടെ പ്രസ്താവന ഞാൻ ഇന്ന് രാവിലെ പേപ്പറിനകത്ത് വായിച്ചു. വനം വകുപ്പ് ഇരട്ടത്താപ്പിൻ്റെ വകുപ്പാകാൻ പാടില്ല. KPCC അധ്യക്ഷനായി തുടരുമെന്ന് കെ സുധാകരൻ ന്യൂസ് 8നോട്. നേതൃമാറ്റ ചർച്ചകൾ തള്ളിയാണ് കെ സുധാകരന്റെ പ്രതികരണം. തന്നെ മാറ്റണമെന്ന് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഹൈക്കമാൻഡിന് റിപ്പോർട്ട് നൽകിയ കാര്യം സുധാകരൻ സ്ഥിരീകരിച്ചു. എന്നാൽ ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ചയിൽ നേതൃമാറ്റം ചർച്ചയായില്ല. തനിക്കെതിരായ വാർത്തകൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും പറഞ്ഞ സുധാകരൻ ആന്റോ ആന്റണിയെ പരോക്ഷമായി വിമർശിച്ചു. KPCCയിൽ നേതൃമാറ്റം ഉണ്ടായേക്കുമെന്ന വലിയ തരത്തിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നതിനിടെ KPCC അധ്യക്ഷൻ കെ സുധാകരൻ എന്നോടൊപ്പം ചേരുന്നു. അങ്ങ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ തനിച്ചുപോയി കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പക്ഷേ അതൊരു യാത്രയപ്പായിരുന്നു എന്നാണ് അവിടെ നിന്ന് പുറത്തേക്ക് വലിയ തരത്തിൽ പ്രചരിക്കുന്ന അഭ്യൂഹം. എന്താണ് യഥാർത്ഥത്തിൽ ഈ മീറ്റിംഗിൽ സംഭവിച്ചത്? യാത്രയപ്പ് ഐ ഡോണ്ട് വറി. അങ്ങനെയുള്ള നേതൃത്വത്തിന്റെ ഒരു സമീപനം എങ്ങനെയാണ്? നല്ല സമീപനം, സ്നേഹമസൃണമായ പെരുമാറ്റം. അല്ല, ഈ ഖാർഗേജി ഒക്കെ ഇത്രയും സ്നേഹത്തിൽ പെരുമാറുമെന്ന് ഞാൻ ആദ്യമായിട്ടാണ് അനുഭവിക്കുന്നത്. ആ സ്നേഹത്തോടെയുള്ള ഗാന്ധി എന്നെ ആശ്ലേഷിച്ചിട്ടാണ് എന്നെ വിട്ടത്. നല്ല സ്നേഹം. അല്ല, ആ ആശ്ലേഷം അങ്ങയെ യാത്ര അയക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. എന്തോ ആവട്ടെ, ഞാനതിനെ കുറിച്ച് ചോദിക്കാനൊന്നും പോയിട്ടില്ല. ഈ ആശ്ലേഷം എന്നെ പുറത്താക്കാനാണെന്നൊന്നും ചോദിക്കാനൊന്നും ഞാൻ പോയിട്ടില്ല. എനിക്കത് പ്രശ്നവുമല്ല. അതൊക്കെ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ തീരുമാനമാണ്. ആ തീരുമാനം വാട്ട് എവർ ഇറ്റ് മേ ബി ദാറ്റ് ഐ വിൽ ഒബേ. ദീപാദാസ് മുൻഷി അങ്ങേക്കെതിരെ എന്തെങ്കിലും റിപ്പോർട്ട് റിപ്പോർട്ടഡ് ടു ഹൈക്കമാൻഡ്. അത് അങ്ങയെ മാറ്റണമെന്നാണോ? അങ്ങനെ എന്തെങ്കിലും പക്ഷേ അങ്ങയുടെ നിലപാട് എന്താണ് ഈ വിഷയത്തിൽ? എന്റെ നിലപാടെന്താണെന്ന് പാർട്ടി മാറണമെന്ന് പറഞ്ഞാൽ ഞാനങ്ങ് മാറും. ആ ദേശീയ നേതൃത്വം അങ്ങനെ എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടില്ല. അന്ന് 100 വട്ടം പറഞ്ഞു എനിക്ക് ചോദിക്കരുത്. പക്ഷെ അങ്ങനെ വലിയ പ്രചാരണം നടക്കുന്നതല്ലേ നിങ്ങൾ നിഷേധിക്കുന്നത്? ഞാൻ നിഷേധിച്ചാൽ പിന്നെ നിങ്ങൾ പിന്നെ അത് അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കല. ഇന്നലെ എനിക്ക് വിശ്വസനീയമായ ഒരു കേന്ദ്രത്തിൽ ലഭിച്ച വിവരമനുസരിച്ച് ആന്റോ ആന്റണി തന്നെ KPCC അധ്യക്ഷനായി ഇന്നലെ തന്നെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ് കോട്ടയത്ത് അദ്ദേഹം തങ്ങുകയായിരുന്നു എന്നും. അത് അദ്ദേഹത്തെ പ്രഖ്യാപിച്ചല്ലോ. അദ്ദേഹം പിൻവലിച്ചല്ലോ. അദ്ദേഹം തന്നെ അദ്ദേഹത്തെ പിൻവലിച്ചു. അല്ല, യഥാർത്ഥത്തിൽ ആർക്കാണ് ഒരു കാര്യം കൂടെ, ആർക്കാണ് അങ്ങേ മാറ്റാൻ? എന്താണ്? ആർക്കുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് അന്വേഷിച്ചപ്പോ ആർക്കുമില്ല? പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രചാരണം അങ്ങനെ വന്നൊരു പ്രചരണം വന്നത്? നിങ്ങൾ അന്വേഷിക്കണം. മാധ്യമങ്ങൾ അന്വേഷിക്കുക, കണ്ടെത്തുക. അതാണ് നിങ്ങളുടെ ധർമ്മം. നിങ്ങളൊരു നല്ല മര്യാദയും അന്തസ്സുള്ളൊരു മാധ്യമമാണെങ്കിൽ ഇതിന്റെ പിറകിൽ ആരാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അതാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കില്ലെന്ന് കെ സുധാകരൻ ആത്മവിശ്വാസം പങ്കുവയ്ക്കുന്നുണ്ടെങ്കിലും നേതൃമാറ്റം അടഞ്ഞ അധ്യായമെന്നാണ് ഹൈക്കമാൻഡ് നൽകുന്ന സൂചന. കെ സുധാകരന് പരസ്യ പിന്തുണയുമായി കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ രംഗത്തെത്തിക്കഴിഞ്ഞു. പുതിയ അധ്യക്ഷനെന്ന ആവശ്യവുമായി ഹൈക്കമാൻഡിനെ സമീപിച്ച സുധാകരൻ വിരുദ്ധ വിഭാഗം ഇപ്പോൾ മൌനത്തിലാണ്. കേരളത്തിന്റെ ചുമതലയുള്ള AICC സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി അധ്യക്ഷനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ഹൈക്കമാൻഡിന് റിപ്പോർട്ട് കൈമാറി മാസങ്ങൾ കഴിഞ്ഞിട്ടും സുധാകരൻ തൽസ്ഥാനത്ത് തുടരുന്നത് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ഉറച്ച പിന്തുണ കൊണ്ടാണെന്നാണ് മുതിർന്ന നേതാക്കളുടെ വിലയിരുത്തൽ. അതേസമയം ഇടയ്ക്കിടയ്ക്ക് അധ്യക്ഷനെ മാറ്റുമോ ഇല്ലയോ എന്ന ആശയക്കുഴപ്പം വരുന്നത് പാർട്ടിയെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുമെന്നും നേതാക്കളുടെ മനോവീര്യം തകർക്കുന്ന പ്രചാരണമാണിതെന്നും കെ മുരളീധരൻ വ്യക്തമാക്കി. നേതൃമാറ്റം വേണോ വേണ്ടേ എന്നുള്ള ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ. അത് ഹൈക്കമാൻഡിനാണല്ലോ അതിന്റെ പരമാധികാരം. അതിനെക്കുറിച്ച് ചർച്ചയുടെ ആവശ്യം, ഒരു മാറ്റത്തിന്റെ ആവശ്യപ്പെടുന്നു. ഒരാൾ എക്സ് മാറി വഴി വരികയാണെങ്കിൽ എക്സിന്റെ അത്ര ഉള്ള മെച്ചെങ്കിലും ഉണ്ടാവണം. അത് മാത്രമേ ഞാൻ സൂചിപ്പിച്ചു. എപ്പോഴും കരുത്തന്മാര് വേണമല്ലോ പാർട്ടിയെ നയിക്കാൻ. അതേസമയം പ്രചരിക്കുന്നത് ഊഹാപോഹങ്ങൾ മാത്രമാണെന്നും ഹൈക്കമാൻഡിൽ നിന്ന് നേതൃമാറ്റം സംബന്ധിച്ച അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ലെന്നും ആന്റോ ആന്റണിയും പത്തനംതിട്ടയിൽ പ്രതികരിച്ചു. എനിക്ക് യാതൊരു വിധമായ അറിയിപ്പും ഇങ്ങനൊരു കാര്യത്തെ സംബന്ധിച്ചില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം അന്തിമമായ തീരുമാനം എടുക്കുന്ന കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡിൽ നിന്നുള്ള ഓരോ അറിയിപ്പും എനിക്ക് ഇത് സംബന്ധമായി കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ബാക്കിയെല്ലാം പ്രചരിക്കുന്നതെല്ലാം ഊഹാപോഹങ്ങൾ മാത്രമാണ്.
മറ്റ് കാര്യങ്ങൾ ഇതേ സംബന്ധിച്ച് കൂടുതലായിട്ട് പറയാനുണ്ട്. നിലവിലെ KPCC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് പുള്ളി ഇപ്പോഴത്തെ സർക്കാരിന്റെ എനിക്ക് അതേക്കുറിച്ച് ഇത്തരമുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ അഭിപ്രായ പ്രകടനത്തിലില്ല. കാരണം എനിക്കിതേ സംബന്ധിച്ച് യാതൊരു വിധമായ അറിയിപ്പും കോൺഗ്രസിൻ്റെ ഒരു തലങ്ങളിൽ നിന്നും ഹൈക്കമാൻഡിൽ നിന്നാട്ടെ ഒരു തലങ്ങളും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാനിതേ സംബന്ധിച്ച് 100% അജ്ഞനാണ്. സുധാകരന് പിന്തുണയുമായി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങളായ AK ആന്റണിയും ശശി തരൂരും രമേശ് ചെന്നിത്തലയും നേതൃത്വവുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശനും സുധാകരനെ മാറ്റുമെന്ന ചർച്ചകളിൽ അതൃപ്തി പ്രകടിപ്പിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ഫോണിൽ ബന്ധപ്പെട്ടതായാണ് വിവരം. ന്യൂസ് 18 തിരുവനന്തപുരം. കെ സുധാകരനെ മാറ്റാനുള്ള നീക്കം കോൺഗ്രസിൽ പൊട്ടിത്തെറിയുണ്ടാക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കോൺഗ്രസിന്റെ അധ്യക്ഷനെതിരെയുള്ള കെ മുരളീധരന്റെ പരിഹാസം കോൺഗ്രസിന്റെ നേതൃത്വത്തിനെതിരെയുള്ള പരിഹാസമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. സുധാകരൻ പറഞ്ഞല്ലോ ഞാനങ്ങനെ മാറാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അത് സംഘർഷം ഉണ്ടാവും കോൺഗ്രസ്സിൽ. കോൺഗ്രസിൻ്റെ അകത്ത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണെന്നുള്ളതാണ് അത് കാണിക്കുന്നത്. പൊട്ടിത്തെറി ഉറപ്പ് ഇപ്പം തന്നെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും പൊട്ടിത്തെറി ഉണ്ടാവും. കാരണം അദ്ദേഹത്തെ പിന്തുണക്കുന്ന നിരവധി കോൺഗ്രസ് നേതാക്കന്മാരാണുള്ളത്. മുരളീധരൻ പറഞ്ഞിട്ടുണ്ട് ഫോട്ടോ കണ്ടാൽ തിരിച്ചറിയുന്നവർ ആരെങ്കിലും ആയിരിക്കണം കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് എന്ന്. അപ്പോൾ വരാൻ പോകുന്ന ആളെ സംബന്ധിച്ചിടത്തോളം കേട്ട വാർത്തയനുസരിച്ച് മുരളീധരൻ പറയുന്നത് അദ്ദേഹത്തെ ആരും കണ്ടാൽ തന്നെ മനസ്സിലാവില്ല, തിരിച്ചറിയില്ല എന്നുള്ളതാണല്ലോ. അതുകൊണ്ട് ഫോട്ടോ കണ്ടാലെങ്കിലും തിരിച്ചറിയണമെന്ന ആ പരിഹാസം ഉണ്ടല്ലോ, ആ പരിഹാസം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനെതിരായിട്ടുള്ള പരിഹാസമായിട്ടാണ് അത് വായിക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കുക. പേ വിഷബാധയേറ്റ് തിരുവനന്തപുരം SAT ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ നില ഗുരുതരമായി തുടരുന്നു. ജീവൻ രക്ഷിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുകയാണെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. അതേസമയം വാക്സിൻ എടുത്തിട്ടും പേ വിഷബാധയുണ്ടായതെങ്ങനെയെന്ന് കണ്ടെത്താൻ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ അന്വേഷണം തുടരുകയാണ്. വാക്സിന്റെ ഗുണനിലവാരത്തിൽ വീഴ്ച സംഭവിച്ചോ എന്ന് കണ്ടെത്താനാണ് പരിശോധന. കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതര ആരോപണവുമായി മലപ്പുറത്ത് പേ വിഷബാധയേറ്റ് മരിച്ച CAയുടെ കുടുംബം. കൃത്യസമയത്ത് ചികിത്സ നൽകാത്തതാണ് കുട്ടിയുടെ മരണത്തിനിടയാക്കിയതെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. അതിനിടെ പത്തനംതിട്ടയിലെ 13-കാരിയുടെ മരണത്തിൽ ആരോഗ്യവകുപ്പിനും കലക്ടർക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് മാതാപിതാക്കൾ. അതേസമയം വാക്സിൻ എടുത്തിട്ടും പേ വിഷബാധയേൽക്കുന്നവരുടെ എണ്ണം കൂടുന്നുവെന്നാണ് കണക്കുകൾ. 4 വർഷത്തിനിടെ വാക്സിൻ എടുത്തിട്ടും മരിച്ചത് 22 പേരാണ്. സംസ്ഥാനത്ത് പ്രതിരോധ കുത്തിവയ്പ് എടുത്തിട്ടും പേ വിഷബാധയേറ്റ് മരിക്കുന്ന സാഹചര്യം ആശങ്കയുയർത്തുന്നതാണ്. മലപ്പുറത്ത് 5.5 വയസ്സുകാരിയും പത്തനംതിട്ടയിലെ 13-കാരിയും പേ വിഷബാധയേറ്റ് മരിച്ച സംഭവം ഞെട്ടലോടെയാണ് കേരളം കേട്ടത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലിരിക്കെയാണ് 5.5 വയസ്സുകാരിയുടെ മരണം. ആശുപത്രിയിലെത്തി അരമണിക്കൂർ കഴിഞ്ഞാണ് ചികിത്സ നൽകിയതെന്നും മുറിവിൽ ഒന്നും ചെയ്യാതെ വീട്ടിലേക്ക് ആദ്യം വിടുകയായിരുന്നുവെന്നും കുടുംബം ആരോപിക്കുന്നു. കുട്ടി മരിച്ച സമയത്ത് ന്യായീകരിച്ച് വാർത്താസമ്മേളനം നടത്താനാണ് മെഡിക്കൽ കോളേജ് അധികൃതർ ശ്രമിച്ചതെന്നും പരാതി. അങ്ങോട്ട് ഉള്ളിലേക്ക് കയറ്റിയതിൻ്റെ ശേഷം ഒരു ഡോക്ടർ വന്ന് നോക്കിയതിൻ്റെ ശേഷം അവർ പറഞ്ഞ് 48 മണിക്കൂർ കഴിഞ്ഞതിൻ്റെ ശേഷം കുട്ടിക്ക് ട്രീറ്റ്മെൻ്റ് ഉള്ളൂ, നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളി, അതാണ് നല്ലതെന്ന്. സ്റ്റിച്ച് ചെയ്തിട്ടില്ല. ആ മുറിവോടൊക്കെ സ്റ്റിച്ച് ഡ്രസ്സും ഒന്നുമില്ലാതെ ഞങ്ങളെ വീട്ടിലേക്ക് ഓപ്പൺ ആക്കിയിട്ട് വിട്ടു. പിന്നീട് 48 മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്നാണ് പറഞ്ഞത്. ഒന്നും ചെയ്തിട്ടില്ല, മുറിവൊന്നും ചെയ്തിട്ടില്ല. വാക്സിനൊക്കെ എടുത്തിട്ട് ഒരു വിട്ട് അന്നത്തെ. അത് കഴിഞ്ഞ് 48 മണിക്കൂർ കഴിഞ്ഞ് ചെന്നതിൻ്റെ ശേഷം അവിടുന്ന് ഒരാൾ നഴ്സുമാരോ പറയുന്നുണ്ട് നിങ്ങൾ ഇക്കോലത്തിൽ വീട്ടിലേക്ക് വിട്ടിരുന്നു. ഇതിനു പിന്നാലെയാണ് പത്തനംതിട്ടയിലും സമാന സംഭവമുണ്ടായത്. പത്തനംതിട്ട പുല്ലാട് സ്വദേശിനി ഭാഗ്യലക്ഷ്മിയാണ് പേ വിഷബാധയേറ്റതിനെ തുടർന്ന് മരിച്ചത്. എന്നാൽ ആരോഗ്യവകുപ്പ് തിരിഞ്ഞുപോലും നോക്കിയില്ലെന്ന് കുട്ടിയുടെ അച്ഛൻ ആരോപിക്കുന്നു. വാക്സിൻ എടുത്ത ശേഷമാണ് കുട്ടിക്ക് പേ വിഷബാധയുണ്ടായത്. മൃഗസംരക്ഷണ വകുപ്പിന്റെയും പഞ്ചായത്തിന്റെയും വീഴ്ച ചൂണ്ടിക്കാട്ടി കളക്ടർക്കും ആരോഗ്യവകുപ്പിനും രക്ഷിതാക്കൾ പരാതി നൽകും. എന്നാൽ പരിക്ക് ഗുരുതരവും ആഴത്തിലുള്ളതുമായതിനാലാണ് വാക്സിൻ ഫലപ്രദമാകാത്ത സാഹചര്യം ഉണ്ടാകുന്നതെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കോഴിക്കോട് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിൽ പുക പടർന്നതിന് കാരണം ബാറ്ററിയിലെ ഇന്റേണൽ ഷോർട്ടേജ് എന്ന് പ്രാഥമിക റിപ്പോർട്ട്. ഒരു ബാറ്ററി പൊട്ടിത്തെറിച്ചത് തീ പടർന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇതിന് പിന്നാലെ മറ്റ് ബാറ്ററികളിലേക്കും തീ പടർന്നു. ആകെ 34 ബാറ്ററികളാണ് കത്തിനശിച്ചത്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്ററും ജില്ലാ ഫോറൻസിക് വിഭാഗവുമാണ് പരിശോധന നടത്തിയത്. മെഡിക്കൽ കോളേജിലെ പഴയ അത്യാഹിത വിഭാഗം പ്രവർത്തന സജ്ജമായി. 3 ദിവസത്തിനകം പൊട്ടിത്തെറിയുണ്ടായ സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗവും പ്രവർത്തന സജ്ജമാകും.
തൃശൂർ പൂരം കലക്കലിൽ ADGP MR അജിത് കുമാറിനെ വീട്ടിലാക്കി മന്ത്രി കെ രാജന്റെ മൊഴി. പൂരം അലങ്കോലപ്പെട്ട സമയത്ത് ഫോൺ വിളിച്ചപ്പോൾ കിട്ടിയില്ല. പ്രശ്ന സാധ്യതയെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടും നടപടി സ്വീകരിച്ചില്ല എന്നും മൊഴിയുണ്ട്. DGPയുടെ സംഘം അടുത്തയാഴ്ച MR അജിത് കുമാറിന്റെ മൊഴി വീണ്ടും എടുക്കും. DGP ദർവേഷ് സാഹിബിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിനാണ് പൂരം നടത്തിപ്പിന്റെ മുഖ്യ ചുമതലയുണ്ടായിരുന്ന മന്ത്രി കെ രാജൻ മൊഴി നൽകിയത്. പൂര ദിവസം രാവിലെ മുതൽ അജിത് കുമാർ തൃശൂരിലുണ്ടായിരുന്നു. പലതവണ ഫോണിലും നേരിട്ടും സംസാരിച്ചു. തെക്കോട്ടിറക്ക സമയത്ത് പോലീസിന്റെ ഭാഗത്തു നിന്ന് മോശം ഇടപെടലുണ്ടായി. പിന്നീട് അജിത് കുമാറിനെ കണ്ടപ്പോൾ രാത്രി എഴുന്നള്ളിപ്പ് സമയത്ത് പ്രശ്ന സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പും അത് പരിഹരിക്കാനുള്ള ഇടപെടൽ നടത്തണമെന്ന നിർദ്ദേശവും നൽകി. എന്നാൽ ചുമതല ഉണ്ടായിരുന്ന ADGP ആയിട്ടും ചെയ്തില്ല. പൂരം തടസ്സപ്പെട്ട സമയത്ത് പലതവണ തുടരെ വിളിച്ചിട്ടും കിട്ടിയില്ല. ഔദ്യോഗിക നമ്പറിന് പുറമെ സ്വകാര്യ നമ്പറിൽ വിളിച്ചപ്പോഴും എടുത്തില്ലെന്നും മന്ത്രിയുടെ മൊഴിയിലുണ്ട്. മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങളാണ് മൊഴി നൽകിയതെന്നും മറ്റൊരു പൂരകാലത്ത് മൊഴി ചർച്ചയാക്കേണ്ട കാര്യമില്ലെന്നുമായിരുന്നു മന്ത്രി കെ രാജന്റെ പ്രതികരണം. ഒരു പുതിയ കാര്യവും ഇപ്പോൾ ഉണ്ടായിട്ടില്ല. ഈ ഘട്ടത്തിൽ അങ്ങനെ ഒരു ഡിസ്കഷൻ പോകേണ്ടില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, തൃശ്ശൂരിൽ ഇത്തവണത്തെ പൂരത്തെ ഇതൊന്നും ബാധിക്കാൻ പോകുന്നില്ല. പൂരവുമായി ബന്ധപ്പെട്ട് ത്രിതല അന്വേഷണം കേരളത്തിലെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. ഓരോ വിഷയങ്ങളെ സംബന്ധിച്ചും ആ പൂരത്തിൽ ഇൻവോൾവഡ് ആയിട്ടുള്ള ആളുകളോടുള്ള അഭിപ്രായം ചോദിച്ചു. മാധ്യമങ്ങളുടെ മുമ്പാകെ വളരെ പരസ്യമായി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് മൊഴിയിലും കൊടുത്തത്. അതിപ്പോ വിവാദമാക്കേണ്ട ഒരു പ്രശ്നവും സാധാരണ നിലയിലില്ല. അന്വേഷിക്കാൻ തീരുമാനിക്കുന്ന ഏജൻസി സാധാരണ എല്ലാവരോടും മൊഴിയെടുക്കും. അതിന്റെ ഭാഗമായി അവിടെ ഉണ്ടായിരുന്ന ഒരാളെന്ന നിലയിൽ എന്റെയും മൊഴിയെടുത്തു. പറയാനുള്ള എല്ലാ കാര്യങ്ങളോടും മാധ്യമങ്ങളോട് പറഞ്ഞ, നേരത്തെ വളരെ കൃത്യമായി പറഞ്ഞ കാര്യങ്ങൾ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞു. അതിന്റെ അന്വേഷണം നടക്കുകയാണ്. അത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ആ മൊഴി അവർ പരിശോധിക്കും. ആ മൊഴി ഈ പൂരത്തിന്റെ ദിവസം അവതരിപ്പിക്കേണ്ട ഒരു പ്രശ്നവുമില്ല. തൃശൂരിലുണ്ടായിട്ടും പൂരം തടസ്സപ്പെട്ടപ്പോൾ ADGP ഇടപെട്ടില്ലെന്നും അത് ഗുരുതര വീഴ്ചയാണെന്നുമായിരുന്നു DGPയുടെ ആദ്യ റിപ്പോർട്ട്. അത് ശരിവെക്കുന്നതാണ് മന്ത്രിയുടെ മൊഴി. അതിനാൽ DGPയുടെ അന്വേഷണ റിപ്പോർട്ട് അജിത് കുമാറിനെതിരാകാനുള്ള സാധ്യതയേറി. മന്ത്രിയുടെ കുറ്റപ്പെടുത്തലിന് അജിത് കുമാറിന്റെ വിശദീകരണം എന്താണെന്നാണ് ഇനി അറിയേണ്ടത്. അടുത്ത ആഴ്ച തന്നെ നോട്ടീസ് നൽകി അജിത് കുമാറിന്റെ മൊഴിയെടുക്കും. അതോടെ അന്വേഷണം പൂർത്തിയാക്കി DGP മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകും. ന്യൂസ് 18 തിരുവനന്തപുരം. തൃശൂർ പൂരം കലക്കലിൽ മന്ത്രി കെ രാജന്റെ മൊഴി പ്രധാനമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. ADGPക്കെതിരായ മൊഴി സംബന്ധിച്ച റിപ്പോർട്ട് വരട്ടെയെന്നും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ശരിയായ നിലപാട് സ്വീകരിക്കുമെന്നും LDF കൺവീനർ പറഞ്ഞു. ആദ്യാവസാനം വരെ സ്ഥലത്തുണ്ടായിരുന്ന കെ രാജൻ പറയുന്ന ഓരോ വാക്കിനും വില ഉണ്ടെന്നായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം. ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കർശനമായ നിലപാട് സ്വീകരിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചു വന്നിട്ടുള്ളത്. ഇനി ഏതെങ്കിലും തരത്തിൽ ADGPക്കെതിരായിട്ടുള്ള സ്റ്റേറ്റ്മെന്റോ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടോ ഈ കാര്യത്തിൽ എന്താണ് നിലപാട് എന്നുള്ളത് ഈ റിപ്പോർട്ടെല്ലാം വന്നതിന് ശേഷം മാത്രമേ അതിനോടുള്ള നിലപാട് വ്യക്തമാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അത് വരട്ടെ, നമുക്ക് എല്ലാവർക്കും കാത്തിരുന്ന് കാണാം. അത് വന്നതിന് ശേഷം, റിപ്പോർട്ട് വന്നതിന് ശേഷം ഒരു റിപ്പോർട്ടും അവഗണിക്കുന്ന നിലപാട് ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ല. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ശരിയായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണുള്ളത്. ആ കാര്യത്തിൽ ഈ പ്രശ്നത്തിലും അത്തരമൊരു നിലപാട് തന്നെയാണ് ഗവൺമെന്റിനുണ്ടാകുന്നത്. അതേപ്പറ്റി ഏറ്റവും അധികം അറിയാവുന്ന ആളാണ് മന്ത്രി കെ രാജൻ. സംഭവത്തെപ്പറ്റി ആദ്യ അവസാനം രാപകൽഭേദമന്യേ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം പറയുമ്പം ആ ഓരോ വാക്കിനും അതിൻ്റെതായ വിലയുണ്ട്. ഇപ്പം എന്തിനാണതൊരു വിവാദമാക്കുന്നത് എനിക്കറിയാൻ പാടില്ല. പക്ഷെ വാർഷികമായതുകൊണ്ടായിരിക്കാം. എന്തായാലും മന്ത്രി കെ രാജൻ അവിടുത്തെ എല്ലാ സംഭവങ്ങളുടെയും എല്ലാ സമയത്തെയും രാത്രിയിലും പകലും അവിടെ പങ്കുകൊണ്ട ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് ആ വാക്കുകൾക്ക് അതിൻ്റേതായിട്ടുള്ള വിലയുണ്ട്. പാകിസ്ഥാനെതിരെ കൂടുതൽ നടപടിയുമായി ഇന്ത്യ ചെനാബ് നദിക്ക് കുറുകെയുള്ള ബഗ് ലിഹാർ ഡാമിന്റെ സ്പിൽവേ താഴ്ത്തി പാകിസ്ഥാനിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് കുറച്ചു. ഇന്ത്യ തിരിച്ചടിക്കൊരുങ്ങവേ ആയുധ ഫാക്ടറികളിൽ ജോലി ചെയ്യുന്നവരുടെ ദീർഘകാലാവധി വെട്ടിച്ചുരുക്കി. നിയന്ത്രണ രേഖയിൽ പ്രകോപനം തുടരുന്ന പാകിസ്ഥാൻ 8 ഇന്ത്യൻ പോസ്റ്റുകളിലേക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. കേസിൽ അന്വേഷണം തുടരുന്ന NIA പഹൽഗാമിലെ കച്ചവടക്കാരനെ ചോദ്യം ചെയ്യുകയാണ്. സിന്ധു നദീജല കരാർ മരവിപ്പിക്കുന്ന യുദ്ധമായി കണക്കാക്കുമെന്ന പ്രസ്താവന നടത്തി പാകിസ്ഥാൻ പ്രകോപിപ്പിക്കുമ്പോഴും വിട്ടുവീഴ്ചയില്ലെന്ന നിലപാടിലാണ് ഇന്ത്യ. സിന്ധു നദീജല കരാർ പ്രകാരം പാകിസ്ഥാന് വെള്ളം ലഭിക്കുന്ന ചെനാബ്, സിന്ധു, ജലം എന്നീ നദികളിൽ നിന്നുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് കുറയ്ക്കാനുള്ള നടപടിയാണ് ഇന്ത്യ തുടങ്ങിയത്. ചെനാബ് നദിക്ക് കുറുകെയുള്ള ബഗ്ലിഹാർ ഡാമിന്റെ ഷട്ടർ താഴ്ത്തിയാണ് വെള്ളത്തിന്റെ ഒഴുക്ക് കുറച്ചത്. ചെലം നദിക്ക് കുറുകെയുള്ള കൃഷ്ണഗംഗ ഡാമിന്റെ ഷട്ടർ താഴ്ത്തി
സമാന നടപടി സ്വീകരിക്കും. പാകിസ്ഥാന്റെ കാർഷിക മേഖല പ്രധാനമായും ആശ്രയിക്കുന്നത് ഈ 3 നദികളിലെ വെള്ളമാണ്. അതിനിടെ ജമ്മു മുതൽ കശ്മീർ വരെ നിയന്ത്രണ രേഖയിലെ വിവിധ സെക്ടറുകളിൽ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ ആക്രമണം നടത്തി. കുപ്വാര, ബാരാമുള്ള, രജൌരി, പൂഞ്ച്, മെന്ദാർ, നൌഷേര, സുന്ദർബനി, അക്നൂർ സെക്ടറുകളിലെ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെയായിരുന്നു ആക്രമണം. തുടർച്ചയായ 10ാം ദിവസമാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നത്. സൈനിക നടപടി ഏതു നിമിഷവും ഉണ്ടാകാമെന്നിരിക്കെ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലെ 12 ആയുധ ഫാക്ടറികളിലെ ജീവനക്കാരുടെ ദീർഘകാലാവധി റദ്ദാക്കി. 2 ദിവസത്തിൽ കൂടുതൽ അവധി നൽകില്ലെന്നാണ് ഉത്തരവ്. പ്രതിരോധ സാമഗ്രികളുടെ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. കേസിൽ അന്വേഷണം തുടരുന്ന NIA ബൈസറിനിലെ കച്ചവടക്കാരനെ ചോദ്യം ചെയ്തു. ആക്രമണത്തിന് 15 ദിവസം മുൻപ് കട തുടങ്ങിയ ഇയാൾ ആക്രമണ ദിവസം കട തുറന്നിരുന്നില്ല. ഇയാളുടെ മൊബൈൽ അടക്കം പരിശോധിച്ചു വരികയാണ്. അതേസമയം ഏപ്രിൽ 19-ന് ശ്രീനഗറിൽ സഞ്ചാരികൾക്ക് നേരെ ആക്രമണ സാധ്യതയുണ്ടെന്ന് ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകിയിരുന്ന വിവരവും പുറത്തുവന്നു. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി വ്യോമസേനാ മേധാവി AP സിംഗ്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് കൂടിക്കാഴ്ച. കഴിഞ്ഞ ദിവസം നാവികസേനാ മേധാവി ദിനേശ് കെ ത്രിപാഠിയും മോദിയെ കണ്ടിരുന്നു. സേനയുടെ തയ്യാറെടുപ്പും സ്ഥിതിഗതികളും ഇരുവരും പ്രധാനമന്ത്രിയെ അറിയിച്ചു. ജമ്മു കാശ്മീരിൽ സൈനിക വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞ് 3 സൈനികർ മരിച്ചു. അമിത് കുമാർ, സുജീത് കുമാർ, മൻ ബഹാദൂർ എന്നിവരാണ് മരിച്ചത്. ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് പോവുകയായിരുന്ന സൈനിക ട്രക്കാണ് റംബാൻ ജില്ലയിലെ ബാറ്ററി ചഷ്മയിൽ വെച്ച് അപകടത്തിൽപ്പെട്ടത്. 600 അടി താഴ്ചയിലേക്കാണ് ട്രക്ക് മറിഞ്ഞത്. സൈന്യത്തിന്റെയും പോലീസിന്റെയും SDRPFന്റെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. സാക്ഷരതാ പ്രവർത്തക പത്മശ്രീ KV റാബിയ അന്തരിച്ചു. കോട്ടക്കൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കെയായിരുന്നു അന്ത്യം. കബറടക്കം തിരൂരങ്ങാടി ഗവൺമെന്റ് ഹൈസ്കൂളിന് സമീപമുള്ള നടുവിലപ്പള്ളി ജുമാ മസ്ജിദിൽ നടക്കും. തന്റെ ശാരീരിക പരിമിതികളെ അതിജീവിച്ച് അക്ഷരങ്ങളെ കൂട്ടുപിടിച്ച് അതിരുകളില്ലാത്ത ലോകം തീർത്ത എണ്ണമറ്റ ജീവിതങ്ങൾക്ക് പ്രോത്സാഹനവും വെളിച്ചവുമായ റാബിയ ഇനി എന്നെന്നും ലോകത്തെ പ്രചോദിപ്പിക്കുന്ന ഓർമ്മ. 1990 ജൂണിൽ സംസ്ഥാനത്ത് തുടങ്ങിയ സാക്ഷരതാ യജ്ഞം നാടിന്റെ മാത്രമല്ല KV റാബിയയുടെ കൂടി വിധി മാറ്റി എഴുതി. വീൽ ചെയറിൽ വന്ന് അക്ഷരങ്ങളെ പരിചയപ്പെടുത്തിയ റാബിയ ടീച്ചർ നാടിന് ഒന്നാകെ അത്ഭുതമായി. റാബിയയുടെ പരിശ്രമങ്ങൾ നാട്ടിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു. പുതിയ റോഡ്, വൈദ്യുതി, ടെലിഫോൺ കണക്ഷനുകൾ, കുടിവെള്ളം എന്നിവയെല്ലാം റാബിയയുടെ പേരിലാണ് ഗ്രാമത്തിലെത്തിയത്. പിന്നീട് ചലനം എന്ന പേരിൽ റാബിയ ഒരു സംഘടന തുടങ്ങി. ശാരീരികമായി ബുദ്ധിമുട്ടനുഭവിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി 6 സ്കൂളുകളാണ് ഈ സംഘടന സ്ഥാപിച്ചത്. അതോടൊപ്പം വിവിധ സ്ത്രീ ശാക്തീകരണ സാമൂഹ്യ പ്രവർത്തനങ്ങളും ചലനം സാധ്യമാക്കി. മലപ്പുറം ജില്ലയിലെ കമ്പ്യൂട്ടർ സാക്ഷരതാ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച അക്ഷയ പദ്ധതിക്കൊപ്പവും തന്റെ വീൽ ചെയറിലിരുന്ന് റാബിയ എത്തി. 2000-ലാണ് റാബിയയെ ക്യാൻസർ രോഗം പിടികൂടിയത്. മാസങ്ങൾ നീണ്ട ചികിത്സ, കീമോതെറാപ്പി. റാബിയ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചെത്തി. 2 വർഷത്തിനു ശേഷം ഹജ്ജ് കർമ്മം നിർവഹിച്ച് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം സാധിച്ചെടുത്തു ഈ ഉരുക്കുവനിത. എന്നാൽ 2 വർഷത്തിനപ്പുറം മറ്റൊരു അപകടം അവരുടെ നട്ടലിന് കനത്ത ക്ഷതമേൽപ്പിച്ചു. കുളിമുറിയിൽ വീണതിന്റെ ആഘാതം അവരെ തളർത്തി. പക്ഷേ ഭാഗിക പക്ഷാഘാതം അവരുടെ മനസ്സിനെ തളർത്തിയില്ല. കിടക്കയിൽ കിടന്നുകൊണ്ടായി പിന്നത്തെ പ്രവർത്തനങ്ങൾ. ചലനം സംഘടനയെ അവർ ചലിപ്പിച്ചുകൊണ്ടേയിരുന്നു, ഒരു കുറവും വരുത്താതെ. റാബിയയുടെ ആത്മകഥ സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട് 2009-ലാണ് പ്രസിദ്ധീകരിച്ചത്. ഇതിനു പുറമെ 3 പുസ്തകങ്ങൾ കൂടി അവർ രചിച്ചു. തന്റെ ചികിത്സകൾക്കുള്ള പണം കണ്ടെത്തിയത് ഈ പുസ്തകങ്ങളിലൂടെയായിരുന്നു. റാബിയയുടെ ജീവിതം ആസ്പദമാക്കി ഹ്രസ്വചിത്രവും പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇതിനിടെ ഒട്ടേറെ പുരസ്കാരങ്ങളും അവരെ തേടിയെത്തി. 1994-ൽ കേന്ദ്ര മാനവിക വിഭവ വകുപ്പിന്റെ നാഷണൽ യൂത്ത് പുരസ്കാരം, 2000-ൽ കേന്ദ്ര ശിശുവികസന വകുപ്പിന്റെ കണ്ണകി സ്ത്രീശക്തി പുരസ്കാരം, ഇതിനെല്ലാം പുറമെ 2022-ൽ പത്മശ്രീയും. ഇന്നിപ്പോൾ റാബിയ ഓർമ്മയാകുമ്പോൾ ലോകത്തിന് എന്നെന്നും പ്രചോദനമാകുന്ന അപൂർവം ആളുകളുടെ പട്ടികയിലാണ് അവരെയും കാലം അടയാളപ്പെടുത്തുക. ന്യൂസ് 18 മലപ്പുറം. ഇസ്രായേൽ വിമാനത്താവളത്തിന് നേരെ ഹൂതി ആക്രമണം. ബെൻ ഗുറിയോൺ എയർപോർട്ടിന്റെ ടെർമിനലിന് സമീപമാണ് മിസൈൽ പതിച്ചത്. 6 പേർക്ക് പരിക്കേറ്റു. ആക്രമണം നടന്നെന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചു. ഇസ്രായേലിന്റെ മണ്ണിൽ ആക്രമണം നടത്തിയവർക്ക് 7 മടങ്ങ് തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി അറിയിച്ചു. ആക്രമണം നടത്തിയതിന്റെ ഉത്തരവാദിത്തം ഹൂതികൾ ഏറ്റെടുത്തു. ബാലിസ്റ്റിക് മിസൈലാണ് ആക്രമണത്തിൽ ഉപയോഗിച്ചതെന്ന് ഹൂതി വക്താവ് ബ്രിഗേഡിയർ അറിയിച്ചു.
കോഴിക്കോട് ജില്ലയിലെ എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്തു. ഈ മാസം 12 വരെ ബീച്ചിലാണ് പ്രദർശന വിപണന മേള നടക്കുന്നത്. രണ്ടാം പിണറായി മന്ത്രിസഭയുടെ 4ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ചാണ് എന്റെ കേരളം പ്രദർശന വിപണന മേള നടക്കുന്നത്. മേളയുടെ ഭാഗമായി 10 ദിവസം കലാസാംസ്കാരിക പരിപാടികളും സെമിനാറുകളും നടക്കും. കരിയർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, യുവപ്രതിഭാ സംഗമം, കലാകായിക അഭ്യാസ പ്രകടനങ്ങൾ എന്നിവ മേളയുടെ മാറ്റുകൂട്ടും. വിവിധ വകുപ്പുകൾ നൽകുന്ന സേവനങ്ങളും നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും കുടുംബശ്രീ സംരംഭകരുടെ വിവിധ പ്രവർത്തനങ്ങളും ഉൽപ്പന്നങ്ങളും ജനങ്ങൾക്ക് അടുത്തറിയാനും മേള അവസരമൊരുക്കും. മേളയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. പ്രദർശന വിപണന മേളയും സരസ് മേളയും ഉദ്ഘാടനം നിർവഹിച്ചതായി ഒന്നുകൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ സ്നേഹാഭിവാദനം. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അധ്യക്ഷനായിരുന്നു. സാധാരണ മനുഷ്യർ ആഗ്രഹിച്ച ഒട്ടേറെ പദ്ധതികൾ ഓരോ ഇടത്തും നമുക്ക് സാധ്യമാക്കാനായി ഓരോ നിയോജക മണ്ഡലത്തിലും എടുത്തു പറയാൻ സാധിക്കുന്ന രീതിയിലേക്കുള്ള പദ്ധതികൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. എല്ലാ ജനവിഭാഗങ്ങളിലും വികസനം എത്തിക്കുവാൻ അതിലൂടെ സർക്കാരിന് സാധിച്ചു. വനമന്ത്രി AK ശശീന്ദ്രൻ, കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, മേയർ ബീന ഫിലിപ്പ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. മേളയ്ക്കായി കോഴിക്കോട് കടപ്പുറത്ത് വലിയ പവലിയനാണ് ഒരുക്കിയിരിക്കുന്നത്. വിവിധ സർക്കാർ വകുപ്പുകൾ, ഏജൻസികൾ, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുടുംബശ്രീ യൂണിറ്റുകൾ, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സംരംഭകർ തുടങ്ങിയവർ മേളയിൽ പങ്കെടുക്കും. 50 ഭക്ഷണ സ്റ്റോളുകളും ഭക്ഷണം കഴിക്കാനുള്ള ഇടങ്ങളും ഉൾപ്പെടെ 20,000-ലേറെ ചതുരശ്ര അടിയിലൊരുക്കിയ പന്തലിലാണ് ഭക്ഷ്യമേള നടക്കുക. ഇതിൽ 15 സ്റ്റോളുകൾ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവയാണ്. മേളയുടെ ഭാഗമായി ഓരോ ദിവസവും വ്യത്യസ്ത കലാപരിപാടികളും അരങ്ങേറും. ന്യൂസ് 18 കോഴിക്കോട്. സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 8,755, പവന് 7,040. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 7,240, പവൻ 57,920. വെള്ളി ഗ്രാമിന് 106 കിലോയ്ക്ക് 1,06,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ഇന്നിപ്പോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.